ഹലോ ഗൈസ്, പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ടെന്ന് ഹിസ്റ്ററിയിൽ പഠിച്ചു പോയിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ്. അതൊന്ന് കാണണം എന്നുള്ളത്. ഇന്ന് അങ്ങോട്ടാണ് ഞാൻ പോയത്. ഇൽഫോർഡ് സ്റ്റേഷനിൽ നിന്ന് കയറി ടോട്ടൻഹാം സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്നാണ് കേട്ടോ പോയത്. ഈ കാണുന്നതാണ് ബ്രിട്ടീഷ് മ്യൂസിയം. ഇവിടെ കയറാൻ പൈസ ഒന്നും കൊടുക്കണ്ടെങ്കിലും എൻട്രി പാസ് കിട്ടാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. കയറി ചെല്ലുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് ശില്പങ്ങളാണ് ഇവിടെ കാണുന്നത്. പുറത്ത് കാണുന്ന പോലെയല്ല, അകത്ത് കുറേ നടന്ന് കാണാനുണ്ട്. പല കൺട്രീസിൽ നിന്നുള്ള ആർട്ടിഫാക്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ്. ഈ കാണുന്നതിൻ്റെ പേരാണ് സാർക്കോഫാഗസ്. ഇത് 345 BC-യിലത്തെയാണ്. ഇതിൽ പുരാതനമായ എഴുത്തുകളും ചിത്രങ്ങളും ഉണ്ട്. പിന്നീട് കാലത്ത് ഇത് അലക്സാൻഡ്രിയയിലെ നെക്ടോനെബു II എന്ന എംപറർ കുളിക്കാനായി യൂസ് ചെയ്തതായി പറയപ്പെടുന്നു. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒന്നാണിത്. ഇതാണ് ക്ലിയോപാട്രയുടെ മമ്മി. ഈജിപ്തിലെ പാരനോയിക് പീരീഡ് ലാസ്റ്റ് ക്വീനാണ് ക്ലിയോപാട്ര. പിന്നീടാണ് അത് റോമൻ പ്രൊവിൻസ് ആയത്. മമ്മിയുടെ റേഡിയോഗ്രാഫി ഇമേജസും ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലിയോപാട്രയുടെ കഥ പറയാനാണെങ്കിൽ ഈ വീഡിയോ തീരില്ല. പിന്നീട് നേരെ പോയത് ഇന്ത്യൻ സെക്ഷനിലോട്ടാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അമരാവതി സ്തൂപത്തിൽ അമരാവതി സ്ലാബ്സും ഹിന്ദു ഗോഡ്സും ഡാൻസിങ് ഗണേശനും ഗജലക്ഷ്മിയുടെ എല്ലാം ഐഡൽസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള താലിയോളകളും ജ്വല്ലറീസും സ്കൾപ്ചേഴ്സും കോയിൻസ് എല്ലാം ഇവിടെയുണ്ട്. അന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതിൽ ഒന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ക്രൗണിലിരിക്കുന്ന കോഹിനൂർ ഡയമണ്ട്. ഇത് ലീഗലായിട്ട് കൊണ്ടുപോയതാണെന്നും ഗ്ലോബൽ ഓഡിയൻസിന് കാണാൻ വെച്ചിരിക്കുന്നതാണെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാത്തത്. ഹിസ്റ്ററി കേൾക്കാൻ രസമാണെങ്കിലും നടന്ന് കാണുന്നത് എനിക്ക് പറ്റിയ പണിയുള്ളതെന്ന് മനസ്സിലായപ്പോൾ നിർത്തി നേരെ വീട്ടിലോട്ട് വിട്ടു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.